കവർ സ്റ്റോറി. പൊതുതിരഞ്ഞെടുപ്പും ഇന്ത്യൻ മുസ്ലിങ്ങളും. സയ്യിദ് സഅദത്തുള്ള ഹുസൈനി. 2024 പൊതുതിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പല ധാരണകളെയും പൊളിച്ചു, പല വിഗ്രഹങ്ങളെയും തകർത്തു, പ്രതീക്ഷയുടെ നിരവധി തിരുനാളങ്ങൾ കൊളുത്തിവെച്ചു, ഭാവിയിലേക്ക് വേണ്ട ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങളാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. അനന്യമായ അനുഭവങ്ങളാണ് അവർ സ്വായത്തമാക്കിയത്. അവരുടെ രാഷ്ട്രീയ അവബോധം ഉയർച്ചയുടെ പുതിയൊരു തലത്തിലെത്തി എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഇനിയും ആഴത്തിൽ വിശകലനം ചെയ്തേ മതിയാവൂ. എങ്കിൽ മാത്രമേ വ്യത്യസ്ത ജനപദങ്ങളടങ്ങിയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ മനോഗതിയിലുണ്ടായ മാറ്റം കൃത്യമായി മനസ്സിലാക്കാനാവൂ. അത് മുന്നിൽ വെച്ചും അത് നൽകുന്ന പാഠങ്ങൾ വിശകലനം ചെയ്തുമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ ദീർഘകാല രാഷ്ട്രീയ സ്ട്രാറ്റജികളും പ്രവർത്തന പരിപാടികളും രൂപപ്പെടുത്തേണ്ടത്. ഇത് സംബന്ധമായ ചില നിരീക്ഷണങ്ങളാണ് ചുവടെ. വായനക്കാർ ഈ ചർച്ച കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം ഒരവലോകനം. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് വിശദവും സമ്പൂർണവുമായ ഒരു ചിത്രം നമ്മുടെ മുന്നിലെത്തിയെന്ന് ഇപ്പോഴും പറയാനായിട്ടില്ല. ഗൗരവ പരിഗണനയർഹിക്കുന്ന വിശദവും ആഴത്തിലുള്ളതുമായ ചില റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. മാസങ്ങളെടുക്കും ഈ പ്രക്രിയ പൂർത്തിയാവാൻ. നിലവിലുള്ള റിപ്പോർട്ടുകൾ വെച്ച് ചില കാര്യങ്ങൾ ഊന്നിപ്പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് 63 സീറ്റുകൾ നഷ്ടമായി, 303 നിന്ന് 240. NDAക്ക് 55 സീറ്റും 348 നിന്ന് 293. BJPക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷേ NDA മുന്നണിയുടെ സഹായത്തോടെ മന്ത്രിസഭ രൂപവൽക്കരണം എളുപ്പമായി. മൂന്നാം ഊഴത്തിൽ അത്ര വലിയ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല എന്നും പ്രത്യക്ഷത്തിൽ തോന്നാം. മേഖല തിരിച്ച് വിഷയം ആഴത്തിൽ പഠിച്ചാൽ ഈ തോന്നൽ അസ്ഥാനത്താണെന്ന് ബോധ്യമാകും. പരമ്പരാഗതമായി BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ വടക്കും പടിഞ്ഞാറുമാണ്. ഇതിനു മുമ്പുള്ള 2 തിരഞ്ഞെടുപ്പുകളിലും ഈ മേഖലകളിലെ ബഹുഭൂരിഭാഗം സീറ്റുകളും നേടിയത് BJPയാണ്. ചില സ്റ്റേറ്റുകളിൽ അവർ തൂത്തുവാരുക തന്നെയായിരുന്നു. ഇത്തവണ ഈ മേഖലകളിൽ കനത്ത തിരിച്ചടിയാണ് BJPക്ക് നേരിട്ടത്. വടക്കും പടിഞ്ഞാറും മേഖലകളിൽ നിന്നായി ഇക്കുറി BJPക്ക് നഷ്ടമായത് 67 സീറ്റുകളാണ്, അതായത് 30% നഷ്ടം. വടക്കേ ഇന്ത്യയിൽ 6%, പശ്ചിമ ഇന്ത്യയിൽ 15% വോട്ടുകൾ കുറഞ്ഞു. BJPയുടെ ശക്തി കേന്ദ്രമാണല്ലോ ഉത്തർപ്രദേശ്. ഇവിടെ 29 സീറ്റുകളാണ് നഷ്ടമായത്, ഏറെക്കുറെ പകുതിയോളം. UPയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരിൽ പകുതി പേരും പരാജയപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം തന്നെ കുത്തനെ കുറഞ്ഞു. കഷ്ടിച്ച് മുഖം രക്ഷിച്ചു എന്നേ പറയാൻ പറ്റൂ. രാജ്യത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർക്ക് മന്ത്രിസഭ രൂപവൽക്കരിക്കാനായത്. സഖ്യകക്ഷികളുടെ സഹായത്തോടെ ആന്ധ്രാപ്രദേശിൽ അവർക്ക് വലിയ വിജയം നേടാനായി. ഒഡീഷയിൽ മാറിവരുന്ന ജനവികാരവും അവർ മുതലാക്കി. തെലങ്കാനയിൽ BRSന് കിട്ടേണ്ട വോട്ടുകളാണ് അവർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തത്. ഈ 3 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റമുണ്ടായിരുന്നില്ലെങ്കിൽ BJP അധികാരത്തിൽ വരുമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കൗതുകകരമായ പ്രത്യേകത വിദ്വേഷ പ്രസംഗത്തെ ജനം പൂർണ്ണമായി തള്ളി എന്നതാണ്. ഒരു സമൂഹത്തെ സംബന്ധിച്ച് നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളുള്ളവർ എന്നെല്ലാമുള്ള നികൃഷ്ട പ്രയോഗങ്ങളുമായി പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച രാജസ്ഥാനിലെ ബൻസ്വാര മണ്ഡലത്തിൽ പുതുതായി രൂപം കൊണ്ട ഒരു പാർട്ടിയിലെ അപ്രശസ്തനായ സ്ഥാനാർത്ഥി 2.5 ലക്ഷം വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥിയെ തറപറ്റിച്ചത്. UPയിലെ ഘോസിയിലും മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിലും രാജസ്ഥാനിലെ ടോങ്കിലും പശ്ചിമബംഗാളിലെ മധുരാപൂരിലും ബീഹാറിലെ പാറ്റ്ലിപുത്രയിലും UPയിലെ ബാരാബങ്കിലും ജാർഖണ്ഡിലെ ടംകായിലും മറ്റു പല മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളിൽ പരമത വിദ്വേഷമാണ് നിറഞ്ഞു നിന്നത്. അവിടങ്ങളിലൊക്കെയും BJP തോറ്റു. രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധവും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് BJPക്ക് വൻ പരാജയമുണ്ടാകുമെന്ന് പ്രവചിച്ചവരുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആശാവഹമായിരിക്കില്ല. ചില മുസ്ലിം വൃത്തങ്ങളിലും ഇത്തരം നിരാശാ പ്രകടനങ്ങൾ കാണാനിടയായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന മറ്റ് ജനവിഭാഗങ്ങൾക്കും ചില തിരിച്ചടികൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. അതേക്കുറിച്ച് ലേഖനത്തിൻ്റെ അവസാനത്തിൽ നാം പറയുന്നുമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ റിസൾട്ട് ആശാവഹവും പ്രതീക്ഷാനിർഭരവും തന്നെയാണ്. പ്രതീക്ഷാനിർഭരമാണ് എന്ന് ബോധ്യമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ആദ്യമേ നന്നായി അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മുന്നേറാനും തങ്ങളുടെ രാഷ്ട്രീയ ഭാരമില്ലായ്മ പരിഹരിക്കാനും
രാഷ്ട്രമീമാംസയിലെ 2 മൗലിക തത്വങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കണം. അവയെക്കുറിച്ച് ആഴത്തിലുള്ള സമഷ്ടിബോധം അഥവാ കളക്റ്റീവ് കോൺഷ്യസ്നെസ് തന്നെ രാഷ്ട്രീയ അവബോധം. ആ രാഷ്ട്രീയ അവബോധം ഇല്ല എന്നത് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണവും. 1. രാഷ്ട്രീയം, രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ ശക്തി. എന്താണ് ഈ വാക്കുകളുടെയൊക്കെ പൊരുൾ? അധികാര കേന്ദ്രങ്ങളിൽ തങ്ങളുടെ അഥവാ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പരമാവധി വർദ്ധിപ്പിക്കലാണ് രാഷ്ട്രീയ ശക്തി എന്ന തെറ്റിദ്ധാരണയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. തങ്ങളുടെ ഇഷ്ട പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നതിൽ ഒതുങ്ങിപ്പോകും അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം. ഇത് വളരെ ഉപരിപ്ലവമായ കാഴ്ചപ്പാടാണ്. പ്രാതിനിധ്യം എന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്, അനിവാര്യവുമാണ്. രാഷ്ട്രീയ ശക്തിയുടെയും സ്വാധീനത്തിൻ്റെയും ഒരു പ്രധാന ഉറവിടവുമാണ് മതിയായ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നത്. പക്ഷേ ഇതല്ല യഥാർത്ഥ രാഷ്ട്രീയ ശക്തി. പൊതുനയങ്ങളെ അഥവാ രാഷ്ട്രത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് എന്നാണ് രാഷ്ട്രമീമാംസകർ രാഷ്ട്രീയ ശക്തിയെ നിർവചിച്ചിട്ടുള്ളത്. പ്രശസ്ത അമേരിക്കൻ രാഷ്ട്രമീമാംസകൻ ഹരോൾഡ് ലാസ്വെൽ 1902-1978 എഴുതിയ പൊളിറ്റിക്സ് ഹൂ ഗെറ്റ്സ് വാട്ട് വെൻ ഹൗ എന്ന പുസ്തകത്തിൽ ഈ തലമാണ് അന്വേഷിക്കുന്നത്. സ്റ്റേറ്റിന് ജനങ്ങൾക്കുമേൽ അധികാരമുണ്ട്. ആ അധികാരം ജനതാൽപര്യങ്ങൾ സംരക്ഷിക്കാനും അതിനുവേണ്ടി വിഭവങ്ങൾ ഒരുക്കാനും സ്റ്റേറ്റ് ഉപയോഗിക്കണം. ഈ രീതിയിൽ സ്റ്റേറ്റിൻ്റെ നയങ്ങളെ നിങ്ങൾക്ക് സ്വാധീനിക്കാനാകുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്കോ അതിനടുത്തേക്കോ ഭരണകൂടം ഇറങ്ങി വരും. ഇങ്ങനെ ഭരണയന്ത്രത്തിൻ്റെ ദിശ മാറ്റിമറിക്കാൻ കഴിയുന്നതിനെയാണ് യഥാർത്ഥ രാഷ്ട്രീയ ശക്തി എന്ന് വിളിക്കാനാവുക. രാഷ്ട്രീയ പ്രക്രിയയുടെ ലക്ഷ്യവും മറ്റൊന്നല്ല. ജനാധിപത്യ രാജ്യങ്ങളിൽ അധികാരം നിലകൊള്ളുന്നത് പല സങ്കീർണ ഘടകങ്ങളിലുമാണ്. അതിലൊന്ന് തീർച്ചയായും പ്രാതിനിധ്യം ലഭ്യമാവുക എന്നത് തന്നെയാണ്. ഇതിനു പുറമെ പൊതുജനാഭിപ്രായം, മീഡിയ, പൊതുവ്യവഹാരങ്ങൾ, അതിന്മേലുള്ള നിയന്ത്രണം, സാമ്പത്തിക ശക്തി, ചിന്തകളുടെയും ആശയങ്ങളുടെയും ആകർഷകത്വം, മറ്റ് വിഭാഗങ്ങളുമായുള്ള ഏകോപനം, അവരുമായി രമ്യതയിലാകൽ, ഇങ്ങനെ വേറെയും ഒരുപാട് ഘടകങ്ങൾ രാഷ്ട്രീയ ശക്തിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പൊതുജനാഭിപ്രായ രൂപവൽക്കരണം തന്നെയാണ്. അതാണ് രാഷ്ട്രനയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി ചെയ്യാനുള്ളത് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നത് തന്നെയാണ്. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുവരെ ചിലർ നിർവചിച്ചത് ഇത് കാരണമാണ്. 2. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രായോഗികത അഥവാ പ്രാഗ്മാറ്റിസം, യാഥാർത്ഥ്യബോധം അഥവാ റിയലിസം, ക്രമപ്രവൃത്തത അഥവാ ഗ്രാഡ്വലിസം എന്നിവ ഉൾച്ചേർത്തിരിക്കണം. ജർമ്മൻ രാഷ്ട്രതന്ത്രജ്ഞനായ ഓട്ടോ വോൺ ബിസ്മാർക്കിൻ്റെ പ്രശസ്തമായ ഒരു വാക്യം ഇങ്ങനെയാണ്: പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് ദ പോസിബിൾ, ദ അറ്റൈനബിൾ, ദ ആർട്ട് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ്. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്വപ്ന ലോകത്ത് ജീവിച്ച് അസാധ്യമായതിൻ്റെ പിന്നാലെ പാഞ്ഞ് അത് കിട്ടാത്തതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കി കഴിയുന്നതിൻ്റെ പേരല്ല, അത് സാധ്യതകളിൽ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പേരാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണോ സാധ്യമായത് അത് നേടിയെടുക്കാൻ യത്നിക്കുക. ഭരണകൂട നയങ്ങളെ എത്ര കണ്ട് സ്വാധീനിക്കാനാവുമോ അത്ര കണ്ട് സ്വാധീനിക്കുക. ആദ്യം അല്പം മാത്രമാണ് സാധ്യമായതെങ്കിൽ ഓരോരോ ചുവട് വെച്ച് ആ യത്നത്തെ പൂർണ്ണതയിലെത്തിക്കുക. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ രത്നച്ചുരുക്കം. ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് ഇതൊരു പുതിയ ആശയമേ അല്ല. നേരത്തെ പല ലേഖനങ്ങളിലും ഇബ്നുൽ ഖയ്യിമിൻ്റെ ആ പ്രശസ്തമായ വാക്യം നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെ: ജനങ്ങൾ നന്മയിലേക്ക് കൂടുതൽ അടുക്കാനും തിന്മയിൽ നിന്ന് കൂടുതൽ അകലാനും നിമിത്തമാകുന്ന പ്രവൃത്തികൾ എന്തൊക്കെയുണ്ടോ അതാണ് രാഷ്ട്രീയം. ഈ നിർവചനപ്രകാരവും രാഷ്ട്രീയം പ്രായോഗികതയിൽ അധിഷ്ഠിതമാണ്. ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസവും പ്രയോജനവും ലഭിക്കുന്ന രീതിയിലാവണം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അഴിമതി പോലുള്ള ജീർണതകൾ ഉന്മൂലനം ചെയ്യുന്നതിനും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് അത് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനമാവുന്നത്. 2024 തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ ശുഭസൂചന എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് വടക്കും പടിഞ്ഞാറും മേഖലയിലുള്ള മുസ്ലിങ്ങൾ ഈ രാഷ്ട്രീയ ബോധം മുമ്പത്തെക്കാളും മികച്ച നിലയിൽ പ്രകടിപ്പിച്ചു എന്നതാണ്. നിലവിലെ അവസ്ഥയാണ് ഈ രാഷ്ട്രീയ പക്വതയിലേക്ക് അവരെ ഉയർത്തി നിർത്തിയത്. വൈകാരിക ആവേശങ്ങളുടെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ മെരുക്കാൻ അവർ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേശീയ നയങ്ങളെ സ്വാധീനിക്കാനാവും വിധമുള്ള ഒരു വിഷൻ രൂപപ്പെടുത്താനും അതിനുവേണ്ടി താൽക്കാലിക സങ്കുചിത താൽപ്പര്യങ്ങളെ ബലികഴിക്കാനുമുള്ള സന്നദ്ധത അവരിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നന്മയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും തിന്മയോട് ഏറ്റവും അകന്നു നിൽക്കുന്നതും എന്ന മൗലിക നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് തങ്ങളുടെ ഭാഷയെയും പ്രതികരണങ്ങളെയും നിയന്ത്രിക്കാനും
രാഷ്ട്ര നന്മയ്ക്കായി എല്ലാവരെയും ചേർത്തു പിടിക്കാനും അവർ കാണിച്ച ആർജവം പ്രശംസനീയമാണ്. ഈ നിലപാട് തുടരുന്ന പക്ഷം വളരെ പ്രതീക്ഷാനിർഭരമായ ഭാവി അവർക്കുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് നേടിയത്? 2024 പൊതുതെരഞ്ഞെടുപ്പിൽ എന്താണ് നേടിയത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ രാഷ്ട്രീയ പോർമുഖത്ത് എത്രത്തോളം സാധ്യതയാണ് നിലനിന്നിരുന്നത് എന്ന് വിലയിരുത്തണം. എന്തൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനാണ് സാധ്യതയുണ്ടായിരുന്നത്? ബിസ്മാർക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത് ലഭിക്കാനാവുന്നതിൽ ഏറ്റവും മികച്ചത്. ദ അറ്റൈനബിൾ നെക്സ്റ്റ് ബെസ്റ്റ് ഏതാണ്? ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ നന്മയിലേക്ക് അടുപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റുന്നതുമായ പ്രവണതകൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഉണ്ട്? ഇതിനുത്തരമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാവുന്ന ഒരു കാര്യം വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയത്തിന് വലിയ പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. വിദ്വേഷത്തിൻ്റെ അജണ്ടയ്ക്ക് പകരം വികസനത്തിൻ്റെയും പൊതുക്ഷേമത്തിൻ്റെയും അജണ്ട ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു. ആ നിലയ്ക്കുള്ള വലിയ ദിശാസൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ്. വിഭാഗീയതയും വർഗീയതയും കുത്തിയിളക്കാൻ ഭരണകക്ഷി 18 അടവുകൾ പുറത്തെടുത്തിട്ടും ജനമത് ചെവിക്കൊണ്ടില്ല. അയോധ്യയിലെ മന്ദിര നിർമ്മാണം ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാവുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. അത് വെച്ച് വലിയ നേട്ടം കൊയ്യാമെന്നും ഭരണകക്ഷി കണക്കുകൂട്ടി. പക്ഷേ അയോധ്യയിൽ അപമാനകരമായ തോൽവിയാണ് BJPക്ക് നേരിടേണ്ടി വന്നത്. അയോധ്യയിൽ മാത്രമല്ല, തൊട്ടടുത്ത മണ്ഡലങ്ങളായ ലാൽഗഞ്ച്, സുൽത്താൻപൂർ, അസംഗഡ്, സന്ത് കബീർ നഗർ, അംബേദ്കർ നഗർ എന്നിവിടങ്ങളിൽ സമാജ് പാർട്ടിയും റായ്ബറേലിയും ബാരാബങ്കിയിലും കോൺഗ്രസും വിജയക്കൊടി നാട്ടി. ബനാറസിൽ ഗ്യാൻവാബി മസ്ജിദ് തർക്കം ഊതിക്കത്തിക്കാൻ ഈയടുത്ത കാലയളവിൽ നിരന്തര ശ്രമങ്ങളുണ്ടായി. അവിടെ 1.5 ലക്ഷം വോട്ടിന് പ്രധാനമന്ത്രി പോലും എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായത്. തൊട്ടടുത്ത അലഹബാദ്, ചന്ദോളി, റോബർട്ട്സ്ഗഞ്ച് എന്നീ 3 മണ്ഡലങ്ങളും BJPയിൽ നിന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പിടിച്ചെടുക്കുകയും ചെയ്തു. മസ്ജിദ് മന്ദിർ തർക്കം രൂക്ഷമായ മറ്റൊരു മണ്ഡലമാണ് മധുര. അവിടെ BJP സ്ഥാനാർത്ഥി ഹേമമാലിനി ജയിച്ചെങ്കിലും വോട്ട് വിഹിതം 8% കുറഞ്ഞു. തൊട്ടടുത്ത 8 സീറ്റും സമാജ്വാദി പാർട്ടിയാണ് നേടിയത്. ഉത്തർപ്രദേശ് മന്ദിർ മസ്ജിദ് രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല സകലവിധ വിഭാഗീയ അജണ്ടകളുടെയും വളർത്തുകേന്ദ്രമാണ്. ബുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം വീടുകൾ ബുൾഡോസർ കയറ്റി തകർത്തതും ഇവിടെ തന്നെ. CAA പ്രക്ഷോഭത്തിനെതിരെ ഇത്രയേറെ ഭരണകൂട അക്രമങ്ങൾ നടന്ന മറ്റൊരു സംസ്ഥാനമില്ല. ആ അക്രമങ്ങളിൽ കുറച്ചാളുകൾ രക്തസാക്ഷികളാവുകയും ചെയ്തു. വിദ്വേഷ പ്രസംഗങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടു. അത്തീഖ് അഹമ്മദ്, മുക്താർ അൻസാരി പോലുള്ളവരുടെ ദുരൂഹ മരണങ്ങൾ വേറെയും. ഇങ്ങനെയൊക്കെ വർഗീയത കത്തിച്ചു നിർത്തിയിട്ടും BJPക്ക് 9% വോട്ടും 26 സീറ്റും നഷ്ടമായി. വംശീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സംഘപരിവാറിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. ആ ചിന്താധാരയ്ക്ക് തുടക്കമിട്ടതും ഇവിടെ നിന്ന് തന്നെ. അതിൻ്റെ ധൈഷണിക ആചാര്യന്മാരൊക്കെ മഹാരാഷ്ട്രക്കാരാണ്. വർഗീയ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പതിപ്പായ ശിവസേനയും ഇവിടെയുണ്ട്. ശിവസേനയെയും NCPയെയും ഒക്കെ പിളർത്തിക്കഴിഞ്ഞതിനാൽ വലിയ നേട്ടം കൊയ്യാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഫാഷിസ്റ്റ് ശക്തികൾ. ഈ വിഭാഗീയ ശക്തികൾക്കെല്ലാം കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് 2024 തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ നോക്കിയാൽ ജനം വർഗീയ പ്രശ്നങ്ങൾ കൈയൊഴിഞ്ഞ് വികസനം, തൊഴിൽ, സൽഭരണം തുടങ്ങിയ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റിയിരിക്കുന്നു എന്നതിന് നിരവധി തെളിവുകൾ ലഭിക്കും. EDയെയും CBIയെയും ഒക്കെ കയറൂരി വിട്ട് ഭരണകക്ഷി കളിക്കുന്ന ക്രിമിനൽ രാഷ്ട്രീയത്തോടുള്ള ജനരോഷവും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനാവുന്നതാണ്. ശരിയാണ്, മാറ്റം പൂർണ്ണമല്ല. ജനം പൂർണ്ണമായി വർഗീയ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ജനം ആ വഴിയിലേക്ക് തന്നെ തിരിച്ചു നടന്നെന്നും വരാം. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തുടക്കം കുറിക്കാനായിട്ടുണ്ട്. ഈ ദിശയിലൂടെ മുന്നേറാൻ സാധിച്ചാൽ ക്രിയാത്മക മാറ്റങ്ങൾ ഉണ്ടാക്കാനാവും. ഗവൺമെൻറ്റിൻ്റെ പോളിസികളെയും മുൻഗണനകളെയും സ്വാധീനിക്കാനുമാവും. അടുത്ത ലക്കത്തിൽ അവസാനിക്കും.